നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനം സൗദിയിലെ ദമാമിലും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. 74ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം സൗദിയിലെ ദമാമിലും വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. വർണ്ണശബളവും വ്യത്യസ്തത തീർക്കുന്നതുമായിരുന്നു ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് സെക്ഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ മുഅzzം ദാദൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മെഹനാസ് ഫരീദ് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിശ്ചല ചലന ദൃശ്യങ്ങളും 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയുടെ മാറ്റുകൂട്ടി. കേരളത്തിന്റെ സാംസ്കാരിക കലാരൂപങ്ങളായ തിരുവാതിര, ഒപ്പന, മാർഗംകളി, ഭരതനാട്യം എന്നിവയെല്ലാം ശ്രദ്ധേയമായി. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുബൈറുദ്ദീനൂർ, 24 ദമാം. യുഎഇയിൽ മഴയ്ക്ക് ശമനമില്ല. ഇന്നും പരക്കെ മഴ ലഭിച്ചു. ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 2 ദിവസമായി രാജ്യത്ത് പരക്കെ മഴ തുടരുകയാണ്. ദുബായ്, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്തത്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജലാശയങ്ങളിൽ നിന്നും താഴ്വരകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. മഴയെ തുടർന്ന് ദുബായിലെ ചില റോഡുകൾ ഇന്നും അടച്ചിട്ടു. വിവിധ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി. അതേസമയം 2 ദിവസമായി അടച്ചിട്ടിരുന്ന ഗ്ലോബൽ വില്ലേജ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചു. രാജ്യത്ത് താപനിലയിലും വലിയ കുറവ് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇന്ന് പുലർച്ചെ ദുബായിലും സമീപ പ്രദേശങ്ങളിലും താപനില 14 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. പുലർച്ചെ 1:45 ജബൽ ജെയ്സിൽ 2.9 ഡിഗ്രി സെൽഷ്യസ് ആണ് യുഎഇയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. 24 ദുബായ്. കുവൈറ്റിന്റെ വികസനത്തിനും നവോത്ഥാനത്തിനും രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ ഗണ്യമായ സംഭാവന നൽകുന്നതായി കുവൈറ്റ് വിദേശകാര്യ ഉപമന്ത്രി മൻസൂർ അൽ തൈബി വ്യക്തമാക്കി. സർക്കാർ, സ്വകാര്യ മേഖലകളിലും ഇന്ത്യക്കാരുടെ സേവനങ്ങൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്ത് നിന്ന് ആദ്യ ദീർഘകാല ബഹിരാകാശ ദൌത്യത്തിനായി ഇമിറാത്തി ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി അടുത്ത മാസം പുറപ്പെടും. ഫെബ്രുവരി 26 ആരംഭിക്കുന്ന ദൌത്യം 6 മാസം നീണ്ടുനിൽക്കും. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സുൽത്താൻ അൽ നയാദി ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുക. നാസയുടെ മിഷൻ കമാൻഡർ സ്റ്റീഫൻ ബോവൻ, പൈലറ്റ് വാറൻ ഹോബർഗ്, റഷ്യയുടെ ആൻഡ്രേ ഫെഡിയാവേവ് എന്നിവരാണ് സുൽത്താന് ഒപ്പമുണ്ടാവുക. 6 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന നയാദി യുഎഇ ആസ്ട്രോണറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള നിരവധി പരീക്ഷണങ്ങളുടെയും ഭാഗമാകും. 5 വർഷത്തിലധികം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയാണ് സുൽത്താൻ അൽ നയാദി ദൌത്യത്തിന് പുറപ്പെടുന്നത്. 2019 യുഎഇ ആദ്യമായി ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിച്ചത്. അന്ന് നടന്ന ആദ്യ ദൌത്യത്തിൽ ഹസാൽ മൻസൂരി 8 ദിവസം ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവഴിച്ച് വിജയകരമായി തിരിച്ചെത്തിയിരുന്നു. അറബ് ലോകത്തെ ആദ്യ ചൊവ്വാ ദൌത്യം വിജയകരമായി വിക്ഷേപിച്ച രാജ്യമെന്ന പദവി യുഎഇക്ക് സ്വന്തമാണ്. കൂടാതെ അറബ് ലോകത്തെ ആദ്യ ചാന്ദ്ര ദൌത്യമായ റാഷിദ് റോവർ വിജയകരമായ കുതിപ്പ് തുടരുകയുമാണ്. ഏറ്റവും ഒടുവിൽ അറബ് ലോകത്തെ ആദ്യത്തെ ദീർഘകാല ബഹിരാകാശ സഞ്ചാര ദൌത്യവും യുഎഇ സ്വന്തമാക്കാനൊരുങ്ങുകയാണ്. 24 ദുബായ്. കുവൈറ്റിൽ തൊഴിലാളികളുടെ ശമ്പളം അതത് മാസം 7-ാം തീയതിക്ക് മുൻപായി ബാങ്കുകളിൽ നിക്ഷേപിക്കണമെന്ന് കമ്പനികൾക്ക് കർശന നിർദ്ദേശം. അല്ലാത്തപക്ഷം കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിക്കുന്ന നടപടി പുനരാരംഭിക്കുമെന്ന് മാനവശേഷി പൊതുസമിതി അധികൃതർ അറിയിച്ചു. താൽക്കാലികമായി ഫയൽ മരവിപ്പിച്ച കമ്പനികളിലെ തൊഴിലാളികൾക്ക് താമസരേഖ പുതുക്കുന്നതിനോ വിസ മാറ്റത്തിനോ തടസ്സമുണ്ടാകില്ല. എന്നാൽ നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് മാറുന്നതിന് വിലക്കുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യ ഉത്സവ് ആരംഭിച്ചു. റിയാദ് മുറബ അവന്യൂ മാൾ ലുലു ശാഖയിൽ നടന്ന ഉദ്ഘാടനത്തിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. 74ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഇന്ത്യ ഉത്സവിന് ലുലു ഹൈപ്പർ വേദിയൊരുക്കിയിട്ടുള്ളത്. 12,700-ലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുള്ള ഇന്ത്യ ഉത്സവ് അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഇത് എന്റെ 2ാം ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായും അംബാസഡർ പറഞ്ഞു. ലോകത്ത് ഇന്ത്യൻ തനിമ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലുലു ഗ്രൂപ്പിന്റെ പങ്കിനെ അംബാസഡർ പ്രശംസിച്ചു. ലുലു ഗ്രൂപ്പിന്റെ ഇൻഡോ സൗദി വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങളുടെ പ്രോത്സാഹനം ഇരു രാഷ്ട്രങ്ങൾക്കും അഭിമാനകരമാണ്.
ഇന്ത്യ ഉത്സവ് പോലുള്ള വിപണന മേളകൾ ഊഷ്മള സൗഹൃദം നിലനിർത്തുന്നതിന് കരുത്തു പകരുന്നുണ്ടെന്നും അംബാസഡർ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾ, ലുലു പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പഴങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി ഇന്ത്യയുടെ തനതുൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഇന്ത്യ ഉത്സവിന്റെ പ്രത്യേകത. ഇതിനു പുറമെ ലോക ഭക്ഷ്യമേളയും ലുലു ഹൈപ്പറിൽ ആരംഭിച്ചിട്ടുണ്ട്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിലും പുരോഗതിയിലും പ്രവാസികൾക്കുള്ള പങ്ക് വലുതാണെന്നും പ്രവാസികളെ ഏറെ ആദരവോടെയാണ് കേരള സർക്കാർ കാണുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സൗദിയിലെ ദമാമിൽ നവയുഗം സാംസ്കാരിക വേദിയുടെ നവയുഗ സന്ധ്യാ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതാണ് മന്ത്രി. കേരളത്തിന്റെ ആധുനിക സൃഷ്ടിയിലും പുരോഗതിയിലും പ്രവാസികൾക്കുള്ള പങ്ക് വലുതാണെന്നും പ്രവാസികളെ ഏറെ ആദരവോടെയാണ് കേരള സർക്കാർ കാണുന്നതെന്നും കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സൗദിയിലെ ദമാമിൽ നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നവയുഗ സന്ധ്യാ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി. പ്രവാസികൾ കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കെട്ടിപ്പടുക്കലിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകളാണ്. പ്രവാസി ലോകത്തെ അത്രമേൽ ആദരവോടുകൂടിയാണ് നിലവിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം മുതൽ ലോക കേരള സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവാസികൾക്ക് ഇവിടെ ഇരിക്കുമ്പോഴും നാട്ടിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും നാട്ടിൽ അവരുടെ നിക്ഷേപങ്ങളും അവരുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സംവിധാനങ്ങളിലുമൊക്കെ വളരെ സുതാര്യതയിൽ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ കഴിയുന്ന വിധത്തിലായിരുന്നു ലോക കേരള സഭ. തീർച്ചയായിട്ടും റവന്യൂ വകുപ്പ് ദീർഘമായിട്ടുള്ള കാര്യങ്ങളിൽ ദീർഘസമയം വേണ്ടിവരുന്ന പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് സമയമെടുക്കുന്നു എന്ന പ്രശ്നം ഉണ്ടാകാം. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ റവന്യൂ വകുപ്പിനെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ ഒരു വലിയ ശ്രമം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂനികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വേഗതയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഓൺലൈൻ സമീപനം എടുക്കുകയാണ്. നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കും. പ്രവാസികളുടെ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുമ്പോൾ നാട്ടിലെ റവന്യൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ടാകും. അതിനെ സെൻട്രൽ തന്നെ സംസ്ഥാന കേന്ദ്രത്തിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പ്രവാസികൾ നൽകിയിട്ടുള്ള അപേക്ഷകൾ, അവരുടെ സംശയങ്ങൾ, സംശയ ദൂരീകരണം, ആശയവിനിമയം ഇതിനൊക്കെ വേണ്ടി നമുക്ക് സംസ്ഥാന കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഇടപെടാനും സഹായിക്കാനും കഴിയുന്ന വിധത്തിൽ ഒരു കേന്ദ്രം ഉണ്ടാകാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് രൂപം നൽകാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഈ സന്ദർശനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും നേരിൽ കാണാനും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ശ്രമിക്കുമെന്നും കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുബൈറുദ്നൂർ, 24, ദമാം. കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ ഇന്ത്യ ഉത്സവത്തിന് തുടക്കമായി. അൽറായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സ്മിത പാട്ടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പങ്കെടുത്തു. തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കായി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് മത്സരവും ചിത്രരചനാ മത്സരവും നടന്നു. പോളണ്ടിൽ മലയാളി കൊല്ലപ്പെട്ടു. പാലക്കാട് പുതുശ്ശേരി സ്വദേശി ഇബ്രാഹിം ഷെരീഫാണ് മരിച്ചതായി കുടുംബത്തിന് വിവരം ലഭിച്ചത്. പോളണ്ടിൽ ബാങ്ക് ജീവനക്കാരനായിരുന്ന ഇബ്രാഹിമിനെ കഴിഞ്ഞ 24 മുതൽ ഫോണിൽ ലഭ്യമായിരുന്നില്ല. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായതായി എംബസി അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനം നൽകും. വി.കെ. ശ്രീകണ്ഠൻ MP എംബസിക്ക് കത്തയച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇവർ എല്ലാവരും കൂടിയിട്ട് മോളെ വരാൻ ഭാര്യയ്ക്ക് സുഖമില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ മരിച്ചുപോയവൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് സുഖമില്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ബ്ലഡ് ക്ലോട്ട് ഒരു ഭാഗം തരിച്ചിരിക്കുകയാണ്. കോവൈ മെഡിക്കലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടെ ആളെപ്പോഴും വേണം. അപ്പോൾ മകളിനെ എൻ്റെ മരിച്ചുപോയതിൻ്റെ ഏട്ടത്തിയും ഭർത്താവും മോനെ കൂടിയിട്ട് ഫോൺ ചെയ്തിട്ട് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി. അപ്പോഴാണ് എനിക്ക് അറിയണത് ഇങ്ങനെ മരണപ്പെട്ടു, ഇങ്ങനെയാണ് മർഡറാണെന്നുള്ളതാണ് അറിഞ്ഞത്. അവൻ്റെ റൂമിൽ എപ്പോഴും പിന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ക്യാഷ് എപ്പോഴും ഉണ്ടാവും. പാകിസ്ഥാൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കിലാണ് പാകിസ്ഥാൻ രൂപ. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ ചെലവ് ചുരുക്കൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് രാജ്യം. ഡോളറിനെതിരെ പാകിസ്ഥാൻ രൂപയുടെ വിനിമയ നിരക്ക് 255 രൂപയായി കുറഞ്ഞു. 24 രൂപയുടെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ നിർദ്ദേശമനുസരിച്ച് വിപണി നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനെ തുടർന്നാണ് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞത്. IMF-ൽ നിന്ന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് സർക്കാർ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത്. രാജ്യത്ത് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് സർക്കാർ അടിയന്തര യോഗം ചേർന്നു.
എംപിമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, വൈദ്യുതി, പ്രകൃതിവാതക വില വർദ്ധിപ്പിക്കുക തുടങ്ങി കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യം. സൈന്യത്തിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കും. ഇന്റലിജൻസ് ഏജൻസികളുടെ ഫണ്ടിങ്ങിനുള്ള വിവേചനാധികാരം വെട്ടിച്ചുരുക്കും. ശമ്പളത്തോടൊപ്പം നൽകുന്ന അലവൻസുകൾ നിർത്തലാക്കും. തുടങ്ങി നിരവധി ചെലവ് ചുരുക്കൽ നടപടികളിലേക്കാണ് രാജ്യം കടക്കുക. വൈദ്യുതി വിതരണ ശൃംഖലയിലുണ്ടായ തകരാറുമൂലം കഴിഞ്ഞ ദിവസം രാജ്യത്ത് വൈദ്യുതി മുടങ്ങിയിരുന്നു. 22 കോടിയിലേറെ പേരാണ് ദുരിതത്തിലായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അദാനിക്ക് തിരിച്ചടി. കൃത്രിമ കണക്കാരോപണത്തിന് പിന്നാലെ ഓഹരി വിപണികളിൽ കനത്ത തിരിച്ചടി നേരിട്ട അദാനി ഗ്രൂപ്പ്. തുടർച്ചയായ 2ാം ദിവസവും പ്രധാന കമ്പനികളുടെ ഓഹരികളിൽ വൻ ഇടിവുണ്ടായി. അതിനിടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഗൗതം അദാനി 7ാം സ്ഥാനത്തേക്ക് വീണു. കഴിഞ്ഞ 2 ദിവസത്തെ അദാനി ഗ്രൂപ്പിന്റെ നഷ്ടം 2.35 ലക്ഷം കോടിയാണ്. 20% അദാനി ഓഹരികളിൽ വന്ന ഇടിവ്. അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും വൻ നഷ്ടത്തിലാണ്. അദാനി ഗ്രൂപ്പ് ഓഹരി വില പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന US ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനം ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഓഹരികൾ കൂപ്പുകുത്തിയത്. അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ് എന്നിവ കനത്ത നഷ്ടം നേരിട്ടു. അംബുജ സിമന്റ്, ACC, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ തുടങ്ങിയ ഓഹരികളും ഇടിഞ്ഞു. അദാനി ഓഹരികളിലെ തകർച്ച ഇന്ന് ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു. നിഫ്റ്റി 287 പോയിന്റ് കുറഞ്ഞ് 17,604 സെൻസെക്സ് 874 പോയിന്റ് നഷ്ടത്തിൽ 59,330 3 മാസത്തിനിടയിലെ താഴ്ന്ന നിലവാരത്തിലാണ് വിപണി ക്ലോസ് ചെയ്തത്. അദാനി കമ്പനികൾക്ക് ഉയർന്ന കടബാധ്യതയെന്ന ഹിൻഡൻബർഗ് വിലയിരുത്തൽ ബാങ്കിംഗ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ആരോപണങ്ങളിൽ RBIയും സെബിയും അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഇന്ത്യയെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുന്നതാണ് ഹിൻഡൻബർഗ് ആരോപണമെന്ന് ജയറാം രമേശ് പറഞ്ഞു. റിപ്പോർട്ടിന് പിന്നാലെ ലോക ധനികരുടെ പട്ടികയിൽ അദാനി 7ാം സ്ഥാനത്തേക്ക് വീണു. ഒരു ഘട്ടത്തിൽ പട്ടികയിൽ ഗൗതം അദാനി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. പിന്നീട് ഏറെക്കാലം 3ാം സ്ഥാനത്ത് തുടർന്നു. അതിനിടെ അദാനി ഗ്രൂപ്പിന്റെ തുടർ ഓഹരി വിൽപ്പന ആരംഭിച്ചു. ചൊവ്വാഴ്ച വരെയാണ് വിപണിയിൽ നിന്നുള്ള ധനസമാഹരണം. കടം തിരിച്ചടവിനും മറ്റു ചിലവുകൾക്കുമായി 20,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക് 24. ജമ്മു കാശ്മീരിൽ ഭാരത് ജോഡോ യാത്ര നാളെ പുനരാരംഭിക്കും. സുരക്ഷാ ഏജൻസികൾ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. CRPFന്റെ സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചത്. മുന്നറിയിപ്പില്ലാതെ CRPFനെ പിൻവലിച്ചതിന്റെ കാരണം അറിയില്ലെന്ന് രാഹുൽ ഗാന്ധിയും കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. അതേസമയം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ബനിഹാലിൽ നിന്ന് അനന്ത്നാഗിലേക്ക് ഇതായിരുന്നു ഇന്നത്തെ ഭാരത് ജോഡോ യാത്രയുടെ പര്യടന പാത. കൽഗാം അതിർത്തി എത്തിയതോടെ അനിയന്ത്രിതമായ ജനക്കൂട്ടം യാത്രയ്ക്കൊപ്പം കൂടി. രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കെത്തുന്ന വിധത്തിലായിരുന്നു ജനക്കൂട്ടത്തിന്റെ നീക്കം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ CRPFും ജമ്മുകാശ്മീർ പോലീസും പരാജയപ്പെട്ടതായി കോൺഗ്രസ് ആരോപിച്ചു. ക്ഷുഭിതനായി സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ KC വേണുഗോപാൽ പ്രതികരിച്ചു. ഞങ്ങൾ ഇന്ന് വരെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ കശ്മീരിന്റെ കാര്യത്തിലും പഞ്ചാബിന്റെ കാര്യത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഞാൻ തന്നെ കത്തെഴുതിയിരുന്നതാണ്. സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണം. പിന്നാലെ രാഹുൽ ഗാന്ധി ഇന്നത്തെ യാത്ര ഉപേക്ഷിച്ച് വാഹനത്തിലേക്ക് പിന്മാറി. CRPF ഒരു മുന്നറിയിപ്പും നൽകാതെ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. It's important that the police manages the crowd so that we can do the yatra. It's very difficult for me to go against what my security people are recommending. ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതോടെ ഒപ്പമുള്ളവരുടെയും സുരക്ഷയ്ക്ക് വെല്ലുവിളിയുണ്ടായി. എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നറിയില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു എന്നാണ് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. സുരക്ഷ സംബന്ധിച്ച ഉചിതമായ ഉറപ്പ് ലഭിച്ചാൽ നാളെ മുതൽ വീണ്ടും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി തുടരും. 30-ാം തീയതിയാണ് ശ്രീനഗറിൽ ഭാരത് ജോഡോ യാത്ര അവസാനിക്കുക. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം അനന്ത്നാഗിൽ നിന്നും രാധാകൃഷ്ണൻ, 24. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചും പരസ്പരം ഏറ്റുമുട്ടലില്ല എന്ന് വ്യക്തമാക്കിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ പല മേഖലകളിലും സർക്കാരിന്റേത് മികച്ച പ്രവർത്തനമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. അതേസമയം സർക്കാരും ഗവർണറും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി.
സർക്കാരിനോടുള്ള ഏറ്റുമുട്ടലിന്റെയും വെല്ലുവിളിയുടെയും മുന്നറിയിപ്പിന്റെയും സ്വരം മയപ്പെടുത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ തന്റേതുകൂടിയാണ്. സർക്കാരിനെ നിരന്തരം വിമർശിക്കാൻ താൻ പ്രതിപക്ഷ നേതാവല്ല. സർക്കാരിനെതിരെ സംസാരിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. If anybody is expecting that I am going to speak against the government, I am not going to speak against the government. This is my government. സർവകലാശാല പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല മേഖലകളിലും സംസ്ഥാന സർക്കാരിൻ്റെത് മികച്ച പ്രവർത്തനമെന്നും ഗവർണർ. This government is doing wonderful work in so many areas. On the university issue, yes, there were some differences. In health, in social welfare, so many other areas, they are doing wonderful work. അതേസമയം ഗവർണർക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. നിരന്തരം നിലപാട് മാറ്റുന്ന ഗവർണർ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കേണ്ടെന്നും സതീശൻ. പ്രതിപക്ഷ നേതാവിനെ പോലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഗവർണർ വിമർശിക്കണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം. അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ജോലി പ്രതിപക്ഷ നേതാവ് ചെയ്താൽ അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഗവർണർ എല്ലാ ദിവസവും ഗവൺമെന്റിനെ വിമർശിക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായമല്ല. ഏറ്റുമുട്ടലിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നാണ് ഗവർണറും മുഖ്യമന്ത്രിയും നിലപാട് മയപ്പെടുത്തിയത്. നയപ്രഖ്യാപനത്തിന് ഗവർണറെ ക്ഷണിച്ചതും അദ്ദേഹത്തിന്റെ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതും ഏറ്റുമുട്ടലിനില്ലെന്ന സന്ദേശം നൽകാനാണ്. അത് ഉൾക്കൊണ്ടുള്ള പ്രതികരണമാണ് ഗവർണറും നടത്തിയിട്ടുള്ളത്. എന്നാൽ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുമെന്നുറപ്പ്. 24 തിരുവനന്തപുരം. ഗവർണർ CV ആനന്ദബോസിനെതിരെ പടയൊരുക്കവുമായി ബംഗാൾ BJP. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഗവർണർ പരിധിവിട്ട് സംരക്ഷിക്കുന്നതായി പരാതി. BJP ബംഗാൾ ഘടകം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ ഗവർണർ ഡൽഹിയിൽ എത്തി. അതേസമയം ഔദ്യോഗിക ചടങ്ങുകൾക്കാണ് ഡൽഹിയിൽ എത്തിയതെന്ന് ഗവർണർ പ്രതികരിച്ചു. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ബിൽ ബംഗാൾ സർക്കാർ പിൻവലിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ബംഗാൾ ഗവർണറായിരിക്കെ മമതാ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലുണ്ടായ അന്തരീക്ഷമല്ല നിലവിൽ സംസ്ഥാനത്ത്. ഗവർണർ CV ആനന്ദബോസ് മമതാ സർക്കാരിനെ പരിധിവിട്ട് സഹായിക്കുന്നുവെന്നാണ് BJPയുടെ പരാതി. രാജ്ഭവൻ സംഘടിപ്പിച്ച സരസ്വതി പൂജാ ചടങ്ങ് BJP ബഹിഷ്കരിച്ചിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഉയർത്തുന്ന ജയ് ബംഗ്ലാ മുദ്രാവാക്യം ഗവർണർ ഉപയോഗിച്ചതും BJP പോര് മുറുകുന്നതിന് കാരണമായി. ബംഗാളി ഭാഷ പഠിക്കാൻ താൽപര്യമുണ്ടെന്നും മുഖ്യമന്ത്രി സഹായിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തതും BJP ആയുധമാക്കി. മുഖ്യമന്ത്രിയെ അധ്യാപികയാക്കി ഭാഷ പഠിക്കുന്നത് നല്ല പ്രവണതയല്ലെന്നും BJP വിമർശിച്ചിരുന്നു. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ആനന്ദബോസ് സർക്കാരുമായി ഏറ്റുമുട്ടാനല്ല തന്നെ നിയോഗിച്ചതെന്നും രാഷ്ട്രീയം കളിക്കാൻ താൽപര്യമില്ലെന്നും വ്യക്തമാക്കി. ഇനിയുള്ള ശിഷ്ടജീവിതം ബംഗാളിന് വേണ്ടി സമർപ്പിക്കാനും ബംഗാളിലെ ജനങ്ങൾക്കൊപ്പം ജീവിക്കാനും ബംഗാളിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമാണ് എനിക്ക് താല്പര്യം. വളരെ സൗഹൃദമായ അന്തരീക്ഷമാണുള്ളത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് വേജിങ് വാർ ബെറ്റർ ടു വേജ് പീസ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പീസ് ഹാസ് ഇറ്റ്സ് വിക്ടറീസ് നോ ലെസ് റിനൗണ്ട് ദൻ വാർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. സമൂഹത്തിൽ സംഘർഷം വളർത്താതെ സംയമനം പാലിച്ചുകൊണ്ട് സന്തുലനം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. ഡൽഹിയിലെത്തിയ ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയതെന്ന് ഗവർണർ പറഞ്ഞു. സർക്കാർ ഏറ്റുമുട്ടൽ രൂക്ഷമായ ഘട്ടത്തിലായിരുന്നു ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള ബിൽ മമത കൊണ്ടുവന്നത്. അനുരഞ്ജന നീക്കങ്ങളുടെ ഭാഗമായാണ് സർക്കാർ ഇപ്പോൾ ബിൽ പിൻവലിച്ചത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് ബംഗാളിൽ സമവായ അന്തരീക്ഷം രൂപപ്പെട്ടതും. നിതിൻ അംബുജൻ, 24 ഡൽഹി. ത്രിപുരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ CPIM കോൺഗ്രസ് കൂട്ടുകെട്ടിന് തിരിച്ചടി. കൈലാസഹർ മണ്ഡലത്തിൽ നിന്നുള്ള CPIM MLA മൊബോഷർ അലിയും TMC മുൻ അധ്യക്ഷനും MLAയുമായ സുബാൽ ഭൌമിക്കും BJPയിൽ ചേർന്നു. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തിയാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. ഇത്തവണ മൊബോഷറിന്റെ മണ്ഡലം കോൺഗ്രസിന് നൽകിയതിലുള്ള അതൃപ്തിയാണ് CPIM വിടാനുള്ള കാരണമെന്നാണ് റിപ്പോർട്ട്. കാട് കയറാതെ ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നാശം വിതച്ച് അരിക്കൊമ്പൻ എന്ന കാട്ടാന. റേഷൻ കടയും വീടും തകർത്തു. ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയില്ലെന്നും സ്ഥലത്ത് കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം ചിന്നക്കനാൽ BL റാവിൽ രാവിലെ മുതൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമം RRT സംഘം തുടരുകയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ചിന്നക്കനാൽ BL റാവിലെ കുന്നത്തു ബെന്നിയുടെ വീടിന് നേരെ അരിക്കൊമ്പന്റെ ആക്രമണം. ബെന്നിയും ഭാര്യയും കിടന്നിരുന്ന മുറി കാട്ടാന തകർത്തു. തലനാരിഴയ്ക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത്.
ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട്. 10ഓളം വരുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുകയാണ്. നാട്ടുകാരെയും ആറാട്ടി ടീം അംഗങ്ങളും സ്റ്റാഫുകളും എല്ലാം വാച്ചർമാരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ടീമുകൾ ഏകദേശം 20ഓളം പേരടങ്ങുന്ന ടീമാണ് ഇപ്പം പല ടീമുകളായി തിരിഞ്ഞ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർക്കുന്നത്. 10 ദിവസത്തിനിടെ 4ാം തവണയാണ് അരിക്കൊമ്പന്റെ ആക്രമണം. അതേസമയം ഇടുക്കിയിലേത് കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന അസാധാരണ സാഹചര്യമാണെന്നും പ്രശ്നപരിഹാരത്തിന് സ്പെഷ്യൽ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിന് സാധാരണ നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ നേരിടാൻ ഒരു സ്പെഷ്യൽ നോഡൽ ഓഫീസർ അരുണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, CCF-നെ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ നടപടികളും നേതൃത്വം നൽകും. തുടർച്ചയായ കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചു. അപകടകാരികളായ കാട്ടാനകളെ ഉടൻ പിടിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 ഇടുക്കി. പാലക്കാട് ധോണിയിൽ വനം വകുപ്പ് പിടികൂടിയ PT-7 കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ദുഷ്കരമെന്ന് വനം വകുപ്പ്. മുറിവുകളുടെ കാലപ്പഴക്കം കണ്ടെത്തുക പ്രയാസമാണെന്നും വനംവകുപ്പ് പറയുന്നു. വെടിയേറ്റത് തമിഴ്നാട്ടിലെ വനപ്രദേശങ്ങളിൽ നിന്നാകാനുള്ള സാധ്യതയും വനം വകുപ്പ് തള്ളുന്നില്ല. വനം വകുപ്പിന്റെ പരിചരണത്തിൽ കഴിയുന്ന PT-7-നെ വിദഗ്ധർ എത്തി പരിശോധിക്കുന്നതിനിടയിലാണ് ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ കണ്ടെത്തിയത്. PT-7ന്റെ ശരീരത്തിൽ നിന്ന് നിരവധി പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ കാലപ്പഴക്കമടക്കം കണ്ടെത്തുന്നത് പ്രയാസമായിരിക്കുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ധോണി മേഖലയിൽ കർഷകർ എയർഗൺ ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ വനപ്രദേശങ്ങളിലൂടെ PT-7 സഞ്ചരിച്ചപ്പോൾ അവിടെ വെച്ച് വെടിയേറ്റതായിരിക്കാമെന്ന സംശയത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേരുന്നത്. ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ കൂട്ടിൽ കഴിയുന്ന PT-7 എന്ന ധോണി പുതുതായി എത്തിയ പാപ്പാന്മാരോട് ഇണങ്ങി തുടങ്ങി. പാപ്പാന്മാർ നൽകുന്ന ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കൂട്ടിൽ വലിയ പ്രകോപനങ്ങളുമില്ല. സന്ദർശകരെ ഒട്ടും തന്നെ ഇപ്പോൾ PT-7ന്റെ കൂടിനടുത്തേക്ക് അനുവദിക്കുന്നുമില്ല. 24 പാലക്കാട്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി പ്രദർശനത്തെ ചൊല്ലി വിവിധ സർവകലാശാലകളിൽ ഇന്നും സംഘർഷം. ഡൽഹിയിലും കൊൽക്കത്തയിലും വിദ്യാർത്ഥി സംഘടനകളുടെ ഡോക്യുമെന്ററി പ്രദർശനം പോലീസ് തടഞ്ഞു. പോലീസ് നടപടിയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചാണ് ഡോക്യുമെന്ററി പ്രദർശനത്തിനുള്ള നീക്കത്തെ സർവകലാശാല അധികൃതർ നേരിട്ടത്. അംബേദ്കർ സർവകലാശാലയിൽ ഫോണിലും ലാപ്ടോപ്പിലും പ്രദർശനം നടക്കുന്നതിനിടെ ABVP പ്രതിഷേധവുമായി എത്തി. ജയ് ശ്രീറാം വിളികളുമായി ABVP പ്രവർത്തകർ നിലയുറപ്പിച്ചത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. ABVP പ്രവർത്തകർക്കെതിരെ സർവകലാശാല അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് ഇടതി വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. ഡൽഹി സർവകലാശാലയിൽ പോലീസിന്റെ നിരോധനാജ്ഞ മറികടന്ന് NSUI ക്യാമ്പസിന് പുറത്തും ഫ്രറ്റേണിറ്റി ബാപ്സ തുടങ്ങിയ സംഘടനകൾ ക്യാമ്പസിനകത്തും BBC ഡോക്യുമെന്ററിയുടെ പ്രദർശനം സംഘടിപ്പിച്ചു. എന്നാൽ നീക്കം പോലീസ് തടഞ്ഞു. ബലപ്രയോഗത്തിലൂടെയാണ് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. NSUI പ്രവർത്തകരെ ബുറാഡി സ്റ്റേഷനിലേക്കും ഫ്രറ്റേണിറ്റി ബാപ്സ പ്രവർത്തകരെ മോറിസ് നഗർ സ്റ്റേഷനിലേക്കും മാറ്റി. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധം തുടർന്നതോടെയാണ് കസ്റ്റഡിയിലുള്ളവരെ വിട്ടയച്ചത്. കൊൽക്കത്ത പ്രസിഡൻസി സർവകലാശാലകളിൽ SFI ആയിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. 24 ഡൽഹി. ICC Under-19 വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ന്യൂസിലൻഡിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. ന്യൂസിലൻഡ് ഉയർത്തിയ 107 റൺസ് വിജയലക്ഷ്യം 14.2 ഓവറിൽ ഇന്ത്യ മറികടന്നു. ഇന്ത്യയ്ക്കായി ഓപ്പണർ ശ്വേത സെഹ്റാവത്ത് അർദ്ധ സെഞ്ചുറി നേടി. മറുവശത്ത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിനെ 20 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ പർഷവി ചോപ്രയുടെ പ്രകടനമാണ് ചെറിയ ടോട്ടലിൽ ഒതുക്കിയത്. 4 ഓവറിൽ 7 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയ ഷഫാലി വർമ്മയും മികച്ച പ്രകടനം പുറത്തെടുത്തു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ.
ന്യൂസിലൻഡിനെതിരായ ആദ്യ 2020-യിൽ ഇന്ത്യക്ക് തോൽവി. ന്യൂസിലൻഡിന്റെ വിജയം 21 റൺസിനാണ്. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസിന് പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിനെ ഡ്രെയിൽ മിച്ചലിന്റെയും ഡെവോൺ കെൻവേയുടെയും അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് മികച്ച സ്കോറിൽ എത്തിച്ചത്. വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്കായി വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടി. 4 ഓവറിൽ 11 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സാന്റ്നറാണ് ഇന്ത്യൻ വിജയത്തിന് വിലങ്ങുതടിയായത്. അർദ്ധ സെഞ്ചുറി നേടിയ ഡ്രെയിൽ മിച്ചലാണ് കളിയിലെ താരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.